ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ മുടി വളരാനായിട്ട് എന്തൊക്കെ തന്നെ ടിപ്സ് ചെയ്തിട്ടും എന്തൊക്കെ കെയർ ചെയ്തിട്ട് എഫേർട്ട് ഇട്ടിട്ടും മുടി ഒട്ടും തന്നെ വളരുന്നുമില്ല, എന്നാൽ ഭയങ്കര കൊഴിച്ചിലുമാണ്. അങ്ങനെയുള്ളവരുണ്ടല്ലേ, എത്രയൊക്കെ കെയർ ചെയ്താലും അങ്ങോട്ട് മുടി വളരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ടായിരിക്കും മുടി ഇങ്ങനെ വളരുന്നത്. അത് ഡയറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്താത്ത നല്ല നല്ല മാറ്റങ്ങളും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ്ലി എത്ര പാക്ക് അപ്ലൈ ചെയ്താലും എത്ര ഹെയർ ഓയിൽ എത്ര നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്ര പണം ചിലവാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച ഇത്ര റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടാത്തത് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാത്തത് കൊണ്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് പല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് ഹൈഡ്രേഷൻ ആണ്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം ഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ കുറവാണോ അത്രത്തോളം നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും അത് ബാധിക്കും. ഇപ്പോൾ ഹെയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും അതിലൂടെ നമുക്ക് എപ്പോഴും മുടി ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ എത്ര അങ്ങോട്ട് ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്താലും എപ്പോഴും മുടി ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിരിക്കും. അതുപോലെ തന്നെ സ്കാൽപ്പ് ഡ്രൈ ആവും തോറും ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് വന്നാലുള്ള കാര്യം അറിയാലോ, ഹെയർ ഫോൾ നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു 8 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെ നമ്മൾ ഡെയിലി കുടിക്കുക. നന്നായിട്ട് നമ്മുടെ ബോഡിയിലെ ഹൈഡ്രേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൂടെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇത്രയും ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമുക്കിതുപോലെ ഹെയർ ഫോളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അത് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നെക്സ്റ്റ് നമ്മുടെ ടിപ്പ് വന്നിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഫിഷസിലാണ്. അതുപോലെ തന്നെ വാൾനട്ട്സ്, ചിയ സീഡ്സിലൊക്കെ ഉണ്ട്. ചിയ സീഡ്സ് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. നമുക്ക് എന്താ പറയുക, അതിന് പുഡിങ് പല രീതിയിലുള്ള റെസിപ്പീസ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ഡയറ്റിലുള്ളത് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഏറ്റവും വലിയ സോഴ്സാണ് മീൻ എന്നുള്ളത്. ഡെയിലി മീൻ കഴിച്ചാൽ മാത്രം മതി. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഈ omega-3 ഫാറ്റി ആസിഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മീൻ ഗുളിക ഡെയിലി കഴിച്ചാൽ മാത്രം മതി. അത് റിച്ച് സോഴ്സ് ആണ്, അതായത് നമ്മുടെ omega-3 ഫാറ്റി ആസിഡിൻ്റെ. അപ്പോൾ നമുക്ക് മോൾസിലും എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മീൻ ഗുളിക എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയിൽ ഒരെണ്ണം വീതം ഡെയിലി കഴിച്ചാൽ മതി. അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിനായാലും അതുപോലെ തന്നെ ഹെയറിനായാലും ബോഡിയുടെ ഓവറോൾ ഹെൽത്തിനും ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു മീൻ ഗുളിക ഡെയിലി നമ്മൾ കഴിക്കുന്നത്. ഇനിയിപ്പോൾ മീൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചിയ സീഡ്സ് ഡെയിലി സോക്ക് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ വാൾനട്ട്സ് അത് അല്ലാത്ത നട്ട്സുകളൊക്കെ കഴിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോഴാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാമ്പൂ ആണ് അല്ലേ, ഷാമ്പൂ കണ്ടീഷണറൊക്കെ. അപ്പോൾ നമ്മൾ ഷാമ്പൂസ് തിരഞ്ഞെടുക്കുമ്പോൾ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ്, അതായത് ഈ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. സൾഫേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് അത് ഭയങ്കരമായിട്ട് ഡാമേജ് ആണ്. അപ്പോൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഹെയർ കെയർ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അതായത് നമ്മുടെ സ്ട്രെയിറ്റ്നേഴ്സ്, കേളേഴ്സ് എല്ലാം ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന ടൂൾസാണ്. ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു മീഡിയം അല്ലെങ്കിൽ ഒരു മിനിമം ഹീറ്റിലിട്ടിട്ട് ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മൾ റെഗുലറായിട്ട് ഒരു ഡെയിലി ബേസിസിൽ നമ്മളിപ്പോൾ ഹെയർ ഭയങ്കരമായിട്ട് ഹീറ്റ് അപ്ലൈ ആവുന്നുണ്ടെങ്കിൽ ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ ഒരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഹെയർ പ്രൊട്ടക്റ്റഡ് സ്പ്രേ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മിനിമം ഹീറ്റിലിട്ടിട്ട് മാത്രം ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹെയർ കെയർ പ്രോഡക്ട്സ് അതുപോലെ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 6 hours സ്ലീപ്പെങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം. നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 to 8 hours ആണ് നമ്മളൊരു നോർമൽ സ്ലീപ്പ് എന്ന് പറയുന്നത്. അത്രയും അവേഴ്സെങ്കിലും നമ്മൾ ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഹെൽത്തിന് അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഹെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിയാനായിട്ട് ഏറ്റവും വലിയൊരു റീസണിൽ ഒന്നാണ് ഈ ഒരു ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു 6 to 8 hours എങ്കിലും നിങ്ങൾ മിനിമം ഉറങ്ങിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള റിസൾട്ടും തന്നെ കിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഇത്രയും ചേഞ്ചസ് വരുത്തിയാൽ തന്നെ നന്നായിട്ട് നമുക്ക് നമ്മുടെ ഹെയറും സ്കിന്നും ഒക്കെ അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
ഇനി നമ്മളെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സ്കാൽപ്പ് മസാജ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അറിയാലോ, നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതോറും നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതിലൂടെ നമുക്ക് പുതിയ പുതിയ ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ പുതിയ ഹെയർ നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുക. നല്ലോണം നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കുക. വളരെ നല്ലതാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് റെമഡിയാണ് ഇതുപോലെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ഫുള്ള് ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടും മസാജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരു കട്ടിൽ ഇങ്ങനെ കിടന്നിട്ട് ഫുള്ള് ഹെയർ ബാക്കിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹെയറിൻ്റെ ലെങ്ത് ഒക്കെ വെക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. അതായത് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. പണ്ട് മുതലേ ആളുകൾ തലയിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. ചുമ്മയല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ ധാരാളമാണ് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അലോവേറയോ അല്ലെങ്കിൽ റോസ്മേരിയോ ആവണക്കെണ്ണയൊക്കെ യൂസ് ചെയ്യും. പക്ഷേ അതൊക്കെ എന്താ പറയുക, ഒരു കാറ്റലിസ്റ്റ് പോലെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് നമ്മുടെ തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വാമായിട്ടുള്ള ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു ഹോട്ട് ഓയിൽ മസാജ് പോലെ ചെയ്യാമല്ലോ. അപ്പോൾ നല്ലതാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അതിന് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ പൊട്ടിപ്പോവാതിരിക്കാനും നല്ല ഹെയറിന് നല്ല ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ എണ്ണയിൽ ഒരു എന്താ പറയുക, ഇത്രയും ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അത് മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ആക്കി കൊടുക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെയറിലൊന്ന് എണ്ണ തൂത്തിട്ട് പോയിട്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നമ്മൾ ശരിക്കും അത് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അതിനാണ് ഈ മസാജ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് അറ്റ്ലീസ്റ്റ് മസാജ് ചെയ്ത് നല്ലോണം എണ്ണ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ വെളിച്ചെണ്ണ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ നമ്മൾ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഒത്തിരി നാൾ നമ്മൾ കട്ട് ചെയ്യാതെ ഇടുമ്പോഴേക്കും നമ്മുടെ ഹെയറിൻ്റെ ടിപ്പ് വന്നിട്ട് ഭയങ്കരമായിട്ടും തിന്നായിട്ടും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻസും അതുപോലെ മുടി പൊട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്പ്ലിറ്റ് എൻസ് ഒക്കെ വരുമ്പോൾ തന്നെ ആ ഒരു ഹെയറിൻ്റെ ഗ്രോത്ത് അവിടെ വെച്ചങ്ങ് മുരടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ കൃത്യമായ ഇൻ്റർവെൽസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഹെയറിൻ്റെ ഗ്രോത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഹെയർ നിങ്ങൾ എപ്പോഴാണ് കട്ട് ചെയ്യുന്നത് ആ ഒരു കൃത്യമായ ഇൻ്റർവെൽസിൻ്റെ മുടി നിങ്ങളുടെ എത്രയാണോ പ്രിഫറൻസ് ആ ഒരു ലെവലിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. സോ ഇപ്പോൾ ഒരു 5-4 മന്ത്സിനുള്ളിലൊക്കെ ഇപ്പോൾ ഹെയർ വളരുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് ഇടാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 8 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെയർ ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഈ ഒരു ബേസിക് അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ റെഡിയായാൽ മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിൽ എന്തൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ടും കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് നല്ലൊരു ഹെയർ കെയറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെയർ നന്നായിട്ട് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യുന്ന ഹെയർ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച അത്രയും റിസൾട്ട് നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ എത്ര ഇങ്ങോട്ട് എഫേർട്ട് ഇട്ടാലും നമുക്ക് അങ്ങോട്ട് റിസൾട്ട് കിട്ടില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഡയറ്റും അതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഹെയർ സ്കിന്നും ഹെൽത്തും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.